പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില ദിവസങ്ങളിൽ നമുക്ക് അമിതമായ ആത്മവിശ്വാസം തോന്നുന്നതും മറ്റു ചിലപ്പോൾ ഒന്നിലും താൽപ്പര്യമില്ലാത്തതും എന്തുകൊണ്ടാണെന്ന്? ഇതിന് രഹസ്യം നിങ്ങളുടെ പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്. ഇന്ന് വെറും ഒരു മോട്ടിവേഷൻ നൽകാനല്ല ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷനെക്കുറിച്ച് സംസാരിക്കാനാണ്. ശ്വാസകോശം നിറയെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. പക്ഷേ ഇത് വെറും വായു നിറയ്ക്കലല്ല, നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തലാണ്. നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിനെയും, നിങ്ങളുടെ വിജയങ്ങളെയും, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വിധിയെയും നിയന്ത്രിക്കുന്ന ആ അദൃശ്യമായ ഊർജത്തെ, നിങ്ങളുടെ ഓറയെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ഈ ഓറ അല്ലെങ്കിൽ പ്രഭാവലയം എങ്ങനെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്ന, നിങ്ങളുടെ ബന്ധങ്ങളെ രൂപപ്പെടുത്തുന്ന, നിങ്ങളുടെ തീരുമാനങ്ങളെ നയിക്കുന്ന, നിങ്ങളുടെ വിധി നിശ്ചയിക്കുന്ന അതേ ശക്തിയെക്കുറിച്ച്. നമ്മളോട് എപ്പോഴും കൂടുതൽ ആവശ്യപ്പെടുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൂടുതൽ ജോലി, കൂടുതൽ ബഹളം, കൂടുതൽ താരതമ്യങ്ങൾ, കൂടുതൽ തെളിയിക്കലുകൾ, കൂടുതൽ അഭിനയങ്ങൾ. എന്നാൽ ആ തിരക്കിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ മറന്നുപോയി. ഏറ്റവും വിലപ്പെട്ടതിനെ സംരക്ഷിക്കാൻ നമ്മൾ മറന്നുപോയി: നമ്മുടെ ഊർജത്തെ. നിങ്ങളുടെ ഊർജമെന്നത് വെറുമൊരു തോന്നലല്ല, അത് നിങ്ങളുടെ സത്യമാണ്. നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്ന അന്തരീക്ഷമാണത്. നിങ്ങളൊരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആളുകൾക്ക് അനുഭവിക്കുന്ന ഒന്നാണത്. പ്രപഞ്ചം പ്രതികരിക്കുന്നത് അതിനോടാണ്. അത് നിങ്ങളുടെ ഭാവി കെട്ടിപ്പടുക്കുന്നു. നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ചും ആർക്കൊക്കെ അത് നൽകണമെന്നതിനെക്കുറിച്ചും നിങ്ങൾ ബോധവാന്മാരല്ലെങ്കിൽ, നിങ്ങളുടെ പരിശ്രമങ്ങൾ എന്തുകൊണ്ട് ഫലപ്രദമാകുന്നില്ല എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് നിങ്ങൾ ക്ഷീണിതരായും ആശയക്കുഴപ്പത്തിലായും വിഷമിച്ചുമിരിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാത്തതുകൊണ്ടല്ല, നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടുമല്ല, മറിച്ച് നിങ്ങളുടെ ഊർജം ചോർന്നു പോകുന്നതുകൊണ്ടാണ്, ചിതറിപ്പോകുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കാൻ യോഗ്യതയില്ലാത്ത കാര്യങ്ങളാലും ആളുകളാലും അത് വലിച്ചെടുക്കപ്പെടുകയും കുറയുകയും ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ഓറ പവിത്രമാണ്. നിങ്ങൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും, സങ്കടം, പരാജയം, മാറ്റിനിർത്തപ്പെടൽ, നിരാശ, ഈ ലോകം നിങ്ങൾക്ക് നൽകാത്തതും ലോകത്തിന് എടുത്തുമാറ്റാൻ കഴിയാത്തതുമായൊരു വെളിച്ചം ഇപ്പോഴും നിങ്ങൾക്കുള്ളിലുണ്ട്. എന്നാൽ ആ വെളിച്ചത്തിന് സംരക്ഷണം വേണം, ആ വെളിച്ചത്തിന് പരിചരണം വേണം, ആ വെളിച്ചത്തിന് വളരാൻ സ്ഥലം വേണം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ സന്ദേശം. നമ്മളൊരു യാത്ര തുടങ്ങുന്നു. നിങ്ങളുടെ പ്രഭാവലയം വിത്തിയാക്കാനും, നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും, നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാൻ, നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കാനുമുള്ളൊരു യാത്ര. ഇത് മറ്റാരോ ആയി മാറാനല്ല, ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അവിടേക്ക് തിരികെ വരാനാണ്. ബഹളങ്ങൾക്കും സംശയങ്ങൾക്കും പേടിക്കും ശ്രദ്ധക്കുറവിനുമിടയിൽ കുഴിച്ചു മൂടപ്പെട്ട നിങ്ങളുടെ ശക്തമായ, തിളക്കമുള്ള, ശാന്തമായ രൂപത്തിലേക്ക്. നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കുന്ന ശീലങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നു. ഏകാന്തത, മോചനം, അതിർവരമ്പുകൾ, സംരക്ഷണം എന്നിവയെക്കുറിച്ച്. കാരണം നിങ്ങൾക്ക് സമാധാനത്തോടെ ഉണരാൻ അവകാശമുണ്ട്. വ്യക്തതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങളെ തളർത്തുന്നവരല്ല, മറിച്ച് നിങ്ങളെ സഹായിക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ അവകാശമുണ്ട്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാൽ ഉലയാത്ത സമാധാനം നിങ്ങൾക്ക് കിട്ടാൻ അവകാശമുണ്ട്. അതിനാൽ നിങ്ങൾക്ക് സുഖമല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം പുറമേ നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ നിങ്ങളുടെ ആത്മാവ് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ, ഇത് നിങ്ങൾക്കുള്ളൊരു വിളിശബ്ദമാണ്. നിങ്ങളുടെ ഊർജം തിരിച്ചെടുക്കാനുള്ള സമയമാണിത്. നിങ്ങളുടെ അധികാരം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നത് നിർത്താനുള്ള സമയമാണിത്. നിങ്ങളുടെ പ്രഭാവലയം വൃത്തിയാക്കാനും, നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കാനും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന് ചേരുന്ന രീതിയിലേക്ക് മാറാനുമുള്ള സമയമാണ്. കാരണം നിങ്ങളുടെ ഊർജം വ്യക്തമാകുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ തേടി വരും. നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ഊർജം എല്ലാമാണ്, അതിനെ സംരക്ഷിക്കുക. ശക്തമായൊരു സത്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ പ്രഭാവലയം അല്ലെങ്കിൽ ഓറ എല്ലാമാണ്. ഇതൊരു അത്ഭുതകഥയല്ല, ഇത് സത്യമാണ്. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഊർജ്ജമണ്ഡലമാണത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾ എന്ത് മനസ്സിൽ കൊണ്ടു നടക്കുന്നു, നിങ്ങൾ ആരായി മാറുന്നു എന്ന് കാണിക്കുന്ന അദൃശ്യമായ ശക്തിയാണത്. നിങ്ങളുടെ പ്രഭാവലയമാണ് നിങ്ങളുടെ വൈബ് അല്ലെങ്കിൽ സാന്നിധ്യം. നിങ്ങളൊരു മുറിയിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പേ അതവിടെ എത്തുന്നു. ഒരു വാക്കുപോലും പറയാതെ അത് പല കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒരാൾ കടന്നു വരുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം പെട്ടെന്ന് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതവരുടെ പ്രഭാവലയത്തിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളുടെ പ്രഭാവലയവും ഏരോ ദിവസവും ഇതുതന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഊർജമാണ് നിങ്ങൾ എന്തിനെ ആകർഷിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ പ്രഭാവലയം സമാധാനം നിറഞ്ഞതാണെങ്കിൽ നിങ്ങൾ സമാധാനത്തെ ആകർഷിക്കുന്നു. അത് പ്രശ്നങ്ങളോ ആശയക്കുഴപ്പമോ നെഗറ്റീവ് കാര്യങ്ങളോ നിറഞ്ഞതാണെങ്കിൽ അതുതന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് മാത്രമല്ല കാര്യങ്ങൾ നേടിയെടുക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലെ വൈബ്രേഷൻ അല്ലെങ്കിൽ സ്പന്ദനം കൊണ്ടാണ്. അതുകൊണ്ടാണ്
അത് ശുദ്ധീകരിക്കേണ്ടത് വളരെ പ്രധാനമാകുന്നത്. ചിന്തിച്ചു നോക്കൂ, ശരീരം വൃത്തിയായി സൂക്ഷിക്കാൻ നിങ്ങൾ ദിവസവും കുളിക്കുന്നു, നിങ്ങൾ പല്ല് തേറ്റുന്നു, വസ്ത്രം കഴുകുന്നു, വീട് വൃത്തിയാക്കുന്നു. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഊർജം നിങ്ങൾ ശുദ്ധീകരിച്ചിട്ടുണ്ടോ? ജീവിതം ഊർജം ചോർത്തുന്ന കാര്യങ്ങളാൽ നിറഞ്ഞതാണ്. സ്ട്രെസ്, പേടി, വിഷമം, മാറ്റി നിർത്തപ്പെടൽ, മോശം സ്വഭാവമുള്ള ആളുകൾ, പരാജയം, ഭയം. കണ്ണാടിയിലെ പൊടി പോലെ ഇവ നിങ്ങളുടെ ഉള്ളിൽ പറ്റിപ്പിടിക്കുന്നു. കാലക്രമേണ അവ നിങ്ങളുടെ കാഴ്ചയെ മങ്ങുന്നു, നിങ്ങളുടെ സന്തോഷത്തെ തടയുന്നു, നിങ്ങൾക്ക് ഭാരവും തടസ്സങ്ങളും അനുഭവപ്പെടാൻ തുടങ്ങുന്നു. മിക്ക ആളുകളും എന്തുകൊണ്ടെന്ന് പോലും തിരിച്ചറിയുന്നില്ല. അത് നിർഭാഗ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു, തങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ സത്യത്തിൽ അവരുടെ പ്രഭാവലയം അഴുക്ക് പിടിച്ചതാണ്. മോശമായൊരു പ്രഭാവലയം നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും, നിങ്ങളുടെ ഉന്മേഷത്തെ ഇല്ലാതാക്കും, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. നിങ്ങൾ ശരിയായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാകാം, കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാകാം, ശ്രദ്ധിക്കുന്നുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ഊർജം പഴയ വേദനകളാലും നെഗറ്റീവ് ചിന്തകളാലും തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്തോ ശരിയല്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നും. അതുകൊണ്ടാണ് പ്രഭാവലയം ശുദ്ധീകരിക്കുന്നത് ഒരു കാര്യമല്ല, മറിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ അത് അത്യാവശ്യമാണ്. നിങ്ങളുടെ പ്രഭാവലയം വൃത്തിയാക്കുക. നിങ്ങൾക്ക് മാറ്റം വേണമെങ്കിൽ പ്രഭാവലയം വൃത്തിയാക്കുക. നിങ്ങൾക്ക് സ്നേഹം, വിജയം, സമാധാനം, ഐശ്വര്യം എന്നിവ വേണമെങ്കിൽ നിങ്ങളുടെ ഊർജം വ്യക്തമായി സൂക്ഷിക്കണം. ഇത് ഊർജപരമായ ശുചിത്വമാണ്. ഇത് നിങ്ങളെ തന്നെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചാണ്. കാരണം നിങ്ങളുടെ വാക്കുകൾ പറയാത്ത കാര്യങ്ങളും നിങ്ങളുടെ പ്രഭാവലയം ലോകത്തോട് പറയുന്നു. നിങ്ങളുടെ ആന്തരിക ലോകത്തെ അവഗണിക്കുന്നത് നിർത്താനും അത് വിലപ്പെട്ട ഒരിടം പോലെ സംരക്ഷിക്കാനും സമയമായി. കാരണം ഒരിക്കൽ നിങ്ങൾ പ്രഭാവലയം ശുദ്ധീകരിച്ചാൽ എല്ലാം മാറാൻ തുടങ്ങും. നിങ്ങൾക്ക് ഭാരം കുറഞ്ഞതായി തോന്നും, ചിന്തകൾ വ്യക്തമാകും, ശ്വാസം ആഴത്തിലേക്ക് പോകും, നിങ്ങൾ കൂടുതൽ തിളങ്ങും. നിങ്ങളുടെ ഊർജം ശുദ്ധമാകുമ്പോൾ നിങ്ങളുടെ ജീവിതം കാന്തികമായി മാറും. ഇനി അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ രീതിയിൽ നിന്ന് തുടങ്ങാം, ഏകാന്തത അല്ലെങ്കിൽ സോളിറ്റ്യൂഡ്. നിങ്ങളുടെ പ്രഭാവലയം ശുദ്ധീകരിക്കാനുള്ള ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ വഴി ഏകാന്തതയാണ്. ഒറ്റപ്പെടലല്ല, ഏകാന്തത. ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒറ്റപ്പെടൽ എന്നത് ആളുകളില്ലാത്ത അവസ്ഥയാണ്. ഏകാന്തത എന്നത് നിങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഇരിക്കുന്നതാണ്. ഇത് തനിച്ചായിരിക്കുന്നതിനെക്കുറിച്ചല്ല, ഇത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്നതിനെക്കുറിച്ചാണ്. എപ്പോഴും ബഹളമുള്ള, എപ്പോഴും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന, പല വശങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചിഴയ്ക്കുന്ന ഒരു ലോകത്ത് ഏകാന്തതയെന്നത് നിങ്ങളുടെ മനസ്സിനുള്ള റീസെറ്റ് ബട്ടനാണ്. ബഹളങ്ങൾ അടങ്ങുകയും സത്യം മനസ്സിലാവുകയും ചെയ്യുന്ന സ്ഥലമാണത്. നിങ്ങൾ സ്വയം തനിച്ചായിരിക്കാൻ അനുവദിക്കുമ്പോൾ, മൊബൈൽ നോക്കാതെ, ശ്രദ്ധ തിരിക്കാതെ, മറ്റു വിനോദങ്ങളില്ലാതെ നിങ്ങളോടൊപ്പം തന്നെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഓരോ കാര്യങ്ങൾ തോന്നിത്തുടങ്ങുന്നു. ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾക്കും പ്രതീക്ഷകൾക്കുമിടയിൽ നിങ്ങളുടെ സ്വന്തം ശബ്ദം നിങ്ങൾ കേട്ടുതുടങ്ങുന്നു. ഇവിടെയാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. കാരണം നമ്മളിൽ മിക്കവരും മറ്റുള്ളവരുടെ ഊർജത്തിനിടയിൽ എത്രമാത്രം കഴിയുന്നുവെന്നാൽ ഏതാണ് നമ്മുടേതെന്നും ഏതാണ് മറ്റുള്ളവരുടേതെന്നും പോലും തിരിച്ചറിയുന്നില്ല. നമുക്ക് ആവശ്യമില്ലാത്ത സങ്കടങ്ങൾ നമ്മൾ എടുക്കുന്നു, നമ്മൾ ചുമക്കേണ്ടതില്ലാത്ത ഭാരങ്ങൾ വഹിക്കുന്നു. മറ്റൊരാളുടെ സംശയമോ പേടിയോ ആണ് നമ്മുടെ ചിന്തകളായി മാറുന്നത്. അതാണ് നിങ്ങളുടെ പ്രഭാവലയത്തെ നശിപ്പിക്കുന്നത്. ഏകാന്തത അതെല്ലാം മാറ്റുന്നു. അത് നിങ്ങളുടെ മനസ്സിന് ശ്വസിക്കാൻ സ്ഥലം നൽകുന്നു. നിങ്ങൾ ബഹളങ്ങളിൽ നിന്ന് മാറി നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ ആദ്യം അത് ബുദ്ധിമുട്ടായി തോന്നിയാലും വ്യക്തതയ്ക്കും സമാധാനത്തിനും വരാൻ നിങ്ങൾ വഴിയുണ്ടാക്കുന്നു. ഏതാണ് നിങ്ങളെ സഹായിക്കുന്നതെന്നും ഏതാണ് നിങ്ങളെ തളർത്തുന്നതെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. നിങ്ങളുടെ ശീലങ്ങളും വേദനയും ശക്തിയും നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ സ്വയം കൂടുതൽ തിരിച്ചറിയുന്നു, കൂടുതൽ ഉറച്ചവരാകുന്നു. ഏകാന്തതയിലാണ് യഥാർത്ഥ നിങ്ങൾ ഉണയുന്നത്. ഇതാണ് സത്യം. നിങ്ങൾ എപ്പോഴും ബഹളങ്ങൾക്കും ആളുകൾക്കുമിടയിലാണെങ്കിൽ നിങ്ങളുടെ പ്രഭാവലയം വൃത്തിയാക്കാൻ കഴിയില്ല. കാരണം ഊർജം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്ന ഒന്നാണ്. നിങ്ങൾ നടത്തുന്ന ഓരോ സംസാരവും, നിങ്ങൾ പോകുന്ന ഓരോ സ്ഥലവും, നിങ്ങൾ ഇടപെടുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ ഊർജത്തിൽ ഒരടയാളമിടുന്നു. ചില ഇടപെടലുകൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു, എന്നാൽ മറ്റു ചിലത് നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നു, ആശയക്കുഴപ്പത്തിലാക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രഭാവലയം വൃത്തിയായി സൂക്ഷിക്കാൻ തനിയെ സമയം ചിലവഴിക്കുക എന്നത് പ്രധാനമാകുന്നത്. ചിന്തിക്കാനും കാര്യങ്ങൾ എഴുതിവെക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും പ്രകൃതിയിലൂടെ നടക്കാനും വേണമെങ്കിൽ കരയാനും വെറുതെ നിശബ്ദനായി നിന്ന് അനുഭവിക്കാനും ഈ സമയം ഉപയോഗിക്കുക. നിങ്ങളുടേതല്ലാത്തതെല്ലാം ഇല്ലാതാകട്ടെ. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകട്ടെ. സ്വന്തം സാന്നിധ്യത്തിൽ നിന്ന് ഓടിപ്പോവരുത്. അതിനെ ഇഷ്ടപ്പെടുക,
കാരണം തനിച്ചായിരിക്കുമ്പോൾ എങ്ങനെ സമാധാനമായിരിക്കാമെന്ന് നിങ്ങൾ പഠിച്ചാൽ ഒരാൾക്കൂട്ടത്തിലും ആർക്കും നിങ്ങളുടെ സമാധാനം തകർക്കാൻ കഴിയില്ല. ഏകാന്തത നിങ്ങളെ ശക്തനാക്കുന്നു. ഏകാന്തത നിങ്ങളെ വ്യക്തതയുള്ളവനാക്കുന്നു. വ്യക്തത ശക്തിയിലേക്ക് നയിക്കുന്നു. നിങ്ങളുടെ മാറ്റം നിങ്ങൾ പുറത്തു പറയേണ്ടതില്ല. അത് സംഭവിക്കുന്നതുവരെ നിശബ്ദമായിരുന്നാൽ മതി. ബഹളത്തേക്കാൾ കൂടുതൽ നിശബ്ദത നിങ്ങളെ പഠിപ്പിക്കും. അതിനാൽ നിങ്ങളുടെ മനസ്സിന് ഭാരം തോന്നുന്നുണ്ടെങ്കിൽ, ഊർജം ശരിയല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മനസ്സ് അലങ്കോലപ്പെട്ടിരിക്കുകയാണെങ്കിൽ, അത് നിങ്ങളോടൊപ്പം തനിച്ചായിട്ട് കുറേ കാലമായതുകൊണ്ടാകാം. അല്പം മാറി നിൽക്കുക, ചിന്തിക്കുക. നിങ്ങളുടെ പ്രഭാവലയം നന്നാക്കാൻ സമയമായി. ഇനി നിങ്ങളെ സഹായിക്കാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക. പ്രഭാവലയം ശുദ്ധീകരിക്കാനുള്ള രണ്ടാമത്തെ വഴി നിങ്ങളെ ഇനി സഹായിക്കാത്തവ ഉപേക്ഷിക്കുക എന്നതാണ്. കേൾക്കുമ്പോൾ എളുപ്പമായി തോന്നുന്നുണ്ടേ, എന്നാൽ ഇത് ചെയ്യാൻ വലിയ പ്രയാസമാണ്. കാരണം മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ആളുകളോടും ശീലങ്ങളോടും ഓർമ്മകളോടും അമിതമായി അടുക്കുന്നു. എന്തെങ്കിലും നമ്മെ വേദനിപ്പിക്കുമ്പോഴും നമ്മൾ അതിൽ മുറുകെ പിടിക്കുന്നു. അത് വിട്ടുകളയാൻ നമുക്ക് പേടിയാണ്. എന്നാൽ മോശമായ ഊർജത്തെ മുറുകെ പിടിക്കുന്നത് ഒരു വലിയ ഭാരം വലിച്ചിഴയ്ക്കുന്നത് പോലെയാണ്. അത് നിങ്ങളുടെ മനസ്സിനെ തളർത്തുന്നു, തിളക്കം കുറയ്ക്കുന്നു. ഉപേക്ഷിക്കുക എന്നത് നഷ്ടമല്ല, അത് പുതിയ കാര്യങ്ങൾക്കുള്ള ഇടമുണ്ടാക്കുന്നതാണ്. നല്ല ഊർജത്തിന് വേണ്ടിയുള്ള ഇടം, മാറ്റത്തിനുള്ള ഇടം, വളർച്ചയ്ക്കുള്ള ഇടം. ഒരു നിമിഷം ആലോചിച്ച് നിങ്ങളോട് തന്നെ ചോദിക്കൂ, എന്നെ തളർത്തുന്ന എന്താണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്? അതെപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു ബന്ധമാണോ? അത് കടമയുടെ പേരിൽ മാത്രം കൊണ്ടു നടക്കുന്ന കൂട്ടായ്മയാണോ? അത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഒരു ജോലിയാണോ? അതോ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കുറ്റബോധമോ വിദ്വേഷമോ ആണോ? എന്തായാലും അത് വിട്ടുകളയാനുള്ള സമയമായി. കാരണം ഇതാണ് സത്യം. നിങ്ങളുടെ പഴയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് ചേരാത്ത കാര്യങ്ങളിൽ നങ്കൂരമിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കുയരാൻ കഴിയില്ല. ഓരോ തവണയും നിങ്ങൾ വേദനയും വഞ്ചനയും പഴയ കാര്യങ്ങളും മുറുകെ പിടിക്കുമ്പോൾ നിങ്ങളുടെ പ്രഭാവലയത്തെ നിങ്ങൾ ഇരുട്ടിൽ തളച്ചിടുകയാണ്. വിട്ടുകളയുക എന്നർത്ഥം എപ്പോഴും പെട്ടെന്ന് ഇറങ്ങിപ്പോവലെന്നല്ല. ചിലപ്പോൾ അത് പരിധികൾ നിശ്ചയിക്കുന്നതിൽ തുടങ്ങുന്നു. ചിലപ്പോൾ അത് നിങ്ങൾ പെരുമാറുന്ന രീതിയിലോ സംസാരിക്കുന്ന രീതിയിലോ മാറ്റം വരുത്തുക എന്നാണ്. മറ്റു ചിലപ്പോൾ നിങ്ങൾ ആയിത്തീരേണ്ട വ്യക്തിക്ക് ഒട്ടും ചേരാത്ത കാര്യങ്ങളോട് യാത്ര പറയുകയാണ്. യെസ്, വിട്ടുകളയുന്നത് നഷ്ടമായി തോന്നാം, അത് ഏകാന്തമായി തോന്നാം, എന്നാൽ അത് വലിയ ഒരു സ്വാതന്ത്ര്യമായി മാറും. കാരണം ഒരിക്കൽ നിങ്ങളെ തളർത്തുന്ന ഭാരം നിങ്ങൾ ഇറക്കി വെച്ചാൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ സമാധാനത്തിന് ചേരാത്ത കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ നിങ്ങളുടെ പ്രഭാവലയം വേറെ രീതിയിൽ തിളങ്ങാൻ തുടങ്ങും. നിങ്ങൾ പ്രശ്നങ്ങളെ ആകർഷിക്കുന്നത് നിർത്തും. നിങ്ങൾ വ്യക്തതയെ ആകർഷിച്ചു തുടങ്ങും. നിങ്ങളുടെ ഊർജം കൂടുതൽ ലഘുവായും ശുദ്ധമായും മാറും. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധമാവണം. മോശമായ ഒരു സ്വാധീനമാണെന്ന് അറിഞ്ഞിട്ടും അത് നല്ലതാണെന്ന് സ്വയം വിശ്വസിക്കരുത്. പരിചയമുള്ള ഒന്നാണെന്ന് കരുതി മാത്രം മോശമായ കാര്യങ്ങളെ കൂട്ടുകൂട്ടരുത്. വളരാൻ ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കുക. നിങ്ങളുടേതല്ലാത്ത ഭാരങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് ചേരാത്ത വേഷങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങളുടെ വില അറിയാത്ത ആളുകളെ ഉപേക്ഷിക്കുക. നിങ്ങളെ തെറ്റിദ്ധരിച്ചവരോട് വിശദീകരണം നൽകുന്നത് നിർത്തുക. കാരണം നിങ്ങളുടെ സമാധാനവും ഊർജവും ഭാവിയും അവയ്ക്ക് നിങ്ങളുടെ പേടിയേക്കാൾ വിലയുണ്ട്. നിങ്ങളുടെ ജീവിതം വൃത്തിയാക്കുന്നതിലൂടെ പ്രഭാവലയം ശുദ്ധീകരിക്കുക. വിട്ടുകളയുക, മാറിക്കൊടുക്കുക. നിങ്ങളുടെ മനസ്സ് എത്രമാത്രം ലഘുവാകുന്നു എന്ന് നോക്കുക. മോശമായ സ്വാധീനങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഊർജത്തെ സംരക്ഷിക്കുക. പ്രഭാവലയം ശുദ്ധീകരിക്കാനുള്ള മൂന്നാമത്തെ വഴി നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് ഊർജത്തെ സംരക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ ഊർജം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സമാധാനം, ശ്രദ്ധ, ആത്മവിശ്വാസം എന്നിവ നിശ്ചയിക്കുന്ന ശക്തിയാണത്. എന്നാൽ നിങ്ങളത് സംരക്ഷിക്കുന്നില്ലെങ്കിൽ ആർക്കും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അനുവാദം നൽകിയാൽ നിങ്ങൾക്കെപ്പോഴും ക്ഷീണമോ പേടിയോ അസ്വസ്ഥതയോ തോന്നിയേക്കാം. ഊർജം പടരുന്ന ഒന്നാണ്. ചിരിയുള്ള ഒരിടത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നത് പോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങൾക്കിടയിലായിരിക്കുമ്പോൾ നിങ്ങളും സങ്കടത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഊർജം നശിപ്പിക്കുന്നവരെ തിരിച്ചറിയാൻ നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം കളയുന്ന ആളുകൾ, സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അന്തരീക്ഷങ്ങൾ. ഈ നെഗറ്റീവ് സ്വാധീനങ്ങൾ പല രീതിയിൽ വരാം. ചിലപ്പോൾ അതെപ്പോഴും പരാതി പറയുന്ന സുഹൃത്താകാം. ചിലപ്പോൾ അത് മറ്റുള്ളവരെ കുറ്റം പറയുന്ന സഹപ്രവർത്തകനാകാം. ചിലപ്പോൾ അത് നിങ്ങളുടെ തലയ്ക്കുള്ളിലെ നെഗറ്റീവ് ശബ്ദം തന്നെയാകാം. നിങ്ങളൊന്നിനും കൊള്ളില്ലെന്ന് പറയുന്ന ശബ്ദം. നിങ്ങളുടെ പ്രഭാവലയം ശുദ്ധീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ഊർജത്തിനു ചുറ്റും ഒരു കവചം വേണം. അതിനർത്ഥം സങ്കടം തോന്നാതെ ഇല്ല എന്ന് പറയാൻ പഠിക്കുക എന്നാണ്.
പ്രശ്നങ്ങളെക്കാൾ സമാധാനത്തെയും ആശയക്കുഴപ്പത്തേക്കാൾ വ്യക്തതയെയും തിരഞ്ഞെടുക്കുക എന്നാണ്. നിങ്ങളുടെ ഊർജത്തെ സംരക്ഷിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് ആത്മാഭിമാനമാണ്. ചില ആളുകളെക്കാൾ ഉയരത്തിൽ വളരുന്നത് തെറ്റല്ല. നിങ്ങൾക്ക് ചേരാത്ത സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് തെറ്റല്ല. നിങ്ങളുടെ വെളിച്ചം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് വിട്ടുകൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല. ആർക്കൊക്കെ നിങ്ങളുടെ ഊർജം നൽകണമെന്ന കാര്യത്തിൽ ശ്രദ്ധാലുവാവുക. നിങ്ങളുടെ പ്രഭാവലയത്തെ ഒരു വീട് പോലെ കാണുക. ആർക്കും കയറിവരാൻ പാകത്തിന് നിങ്ങൾ വീടിന്റെ വാതിൽ എപ്പോഴും തുറന്നിടില്ലല്ലോ. അങ്ങനെയെങ്കിൽ മോശമായ ഊർജങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ നിങ്ങൾ എന്തിനനുവദിക്കണം? പ്രായോഗികമായ രീതികളിലൂടെയും ഊർജം സംരക്ഷിക്കാം. നിങ്ങളെ തളർത്തുന്നവർക്ക് പരിധികൾ നിശ്ചയിക്കുക. സോഷ്യൽ മീഡിയയിലെ മോശം കാര്യങ്ങൾ ഒഴിവാക്കുക. ബഹളങ്ങളിൽ നിന്ന് ഇടവേള എടുക്കുക. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. ധ്യാനിക്കുക, ശ്വസിക്കുക. നിശബ്ദത കണ്ടെത്താൻ ശ്രമിക്കുക. ഓർക്കുക, എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻനിരയിലിരിക്കാൻ അവകാശമില്ല. ചില ആളുകൾ കടന്നുപോകാനുള്ളവരാണ്, തങ്ങാനുള്ളവരല്ല. എല്ലാവരുടെയും ഭാരം ചുമക്കുന്നത് നിങ്ങളുടെ ജോലിയല്ല. നിങ്ങൾക്ക് ആളുകളെ സ്നേഹിക്കാം, ഒപ്പം നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുകയും ചെയ്യാം. ഊർജത്തെ സംരക്ഷിക്കുന്നതിലൂടെയാണ് നിങ്ങൾ ശരിയായ വഴിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഒന്ന് നിന്ന് ചോദിക്കുക, ഇതെന്നെ സഹായിക്കുകയാണോ അതോ തളർത്തുകയാണോ? ഉത്തരങ്ങൾ നിങ്ങളെ നയിക്കും. നിങ്ങളുടെ ഊർജമാണ് നിങ്ങളുടെ ശക്തി, അതിനെ സംരക്ഷിക്കുക. ദിവസവും നന്ദിയും ശ്രദ്ധയും ശീലിക്കുക. പ്രഭാവലയം ശുദ്ധീകരിക്കാനുള്ള 4ാമത്തെ വഴി ദിവസവും നന്ദി പറയുന്നതും വർത്തമാനകാലത്തിൽ ജീവിക്കുന്നതുമാണ്. ജീവിതം വേഗത്തിൽ പോവുകയാണ്. നമ്മൾ എപ്പോഴും ഓടുകയാണ്. ലക്ഷ്യങ്ങൾ തേടുന്നു, ഉത്തരവാദിത്വങ്ങൾ തീർക്കുന്നു. ഈ തിരക്കിനിടയിൽ നമ്മൾ നമ്മിൽ നിന്ന് തന്നെ അകന്നുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ വേഗത കുറച്ച് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ഉള്ളതിനെ അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ വലിയ മാറ്റം തുടങ്ങുന്നു. നന്ദി പറയുക എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു വലിയ ശക്തിയാണ്. നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം വർദ്ധിക്കുന്നു. അത് പേടിയിൽ നിന്ന് സമാധാനത്തിലേക്ക് മാറുന്നു. നിങ്ങൾക്കൊരേ സമയം ദേഷ്യവും നന്ദിയും തോന്നില്ല. അതാണ് നന്ദിയുടെ പ്രത്യേകത. അത് നിങ്ങളുടെ ഊർജത്തെ ശുദ്ധീകരിക്കുന്നു. മനസ്സിലെ അഴുക്കുകളെ അത് നീക്കം ചെയ്യുന്നു. നിങ്ങൾ നന്ദിയുള്ളവരായ 3 കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ദിവസം തുടങ്ങുക. അത് വലിയ കാര്യങ്ങളാകണമെന്നില്ല. നിങ്ങളുടെ ശ്വാസത്തിന്, ആരോഗ്യത്തിന്, കിടക്കാനൊരിടമുള്ളതിന് നന്ദി പറയുക. നിങ്ങൾ എത്രത്തോളം നന്ദി ശീലിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഊർജം ആകർഷകമാകും. സമാധാനം, സന്തോഷം, സ്നേഹം എന്നിവ നിങ്ങളെ തേടിവരും. അതുപോലെ തന്നെ പ്രധാനമാണ് ശ്രദ്ധ അഥവാ മൈൻഡ്ഫുൾനെസ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി ഇരിക്കുക. നിങ്ങൾ പഴയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സങ്കടം വരുന്നു, ഭാവി ഓർക്കുമ്പോൾ പേടി വരുന്നു. എന്നാൽ നിങ്ങൾ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് വരുമ്പോൾ അവിടെ സമാധാനമുണ്ട്. അവിടെയാണ് നിങ്ങളുടെ ശക്തി. ചിന്തകൾ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കാതെ അവയെ നോക്കി നിൽക്കാൻ ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടാതെ പക്വതയോടെ പെരുമാറാൻ ഇത് സഹായിക്കുന്നു. വൃത്തിയുള്ള പ്രഭാവലയം എന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അത് നിലനിർത്താൻ നന്ദി പറയുന്ന ശീലം സഹായിക്കും. ഓരോ ദിവസവും രാവിലെ 5 മിനിറ്റ് നിശബ്ദമായിരിക്കുക. ആഴത്തിൽ ശ്വസിക്കുക. നിങ്ങളുടെ ചിന്തകളെ നോക്കുക. ഒരു ചെറിയ നന്ദി പറയുക. നന്ദിയോടെയും ശ്രദ്ധയോടെയും നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശാന്തമായൊരു പ്രഭാവലയം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ഉള്ളിൽ നിന്ന് തിളങ്ങും. അതുകൊണ്ട് നന്ദി എന്ന് പറയുന്ന ശക്തിയെ മറക്കരുത്. വേഗത കുറയ്ക്കുന്നതും ആഴത്തിൽ ശ്വസിക്കുന്നതും എത്ര പ്രധാനമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ ഏറ്റവും മനോഹരമായ രൂപം ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്ന നന്ദിയുള്ള രൂപമാണ്. നിങ്ങളുടെ പ്രഭാവലയം നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയാണ്. നന്ദി കൊണ്ടതിനെ നന്നാക്കുക. ശ്രദ്ധ കൊണ്ടതിനെ ശക്തിപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ തിളങ്ങും. അങ്ങനെ നമ്മൾ ഈ സന്ദേശത്തിന്റെ അവസാനത്തിലെത്തിയിരിക്കുന്നു. എന്നാൽ ഇത് നിങ്ങളുടെ യാത്രയുടെ തുടക്കം മാത്രമാണ്. നിങ്ങളുടെ ഊർജം വിലപ്പെട്ടതാണെന്നും നിങ്ങളുടെ പ്രഭാവലയം സത്യമാണെന്നും മറക്കരുത്. നിങ്ങൾ വെറുതെ ജീവിക്കുന്ന ഒരു ശരീരം മാത്രമല്ല, ഓരോ നിമിഷവും ഊർജം പുറത്തുവിടുന്ന ഒരാളാണ്. ആ ഊർജം എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നു. വ്യക്തമായി പറയാം, നിങ്ങളുടെ ഊർജത്തെ സംരക്ഷിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് നിലനിൽപ്പിന് ആവശ്യമാണ്. അത് ബുദ്ധിയാണ്. പ്രശ്നങ്ങളാലും മോശം ബന്ധങ്ങളാലും നിങ്ങളുടെ മനസ്സ് ഭാരം പെടുമ്പോൾ നിങ്ങൾക്ക് ശരിയായ വഴി കാണാൻ കഴിയില്ല. നിങ്ങളെ തന്നെ സ്നേഹിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങളുടെ ഊർജം ശുദ്ധിയാകുമ്പോൾ എല്ലാം മാറുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നു, സമാധാനം വരുന്നു, ചിന്തകൾ തെളിയുന്നു. നിങ്ങളിലേക്ക് തിരിച്ചുവരാൻ ഏകാന്തത നിങ്ങളെ പഠിപ്പിച്ചു. സമാധാനമെന്നത് പുറത്തല്ല, ഉള്ളിലാണ് കണ്ടെത്തേണ്ടതെന്ന് അത് ഓർമ്മിപ്പിച്ചു. തനിയെ ഇരിക്കുന്നത് ഒറ്റപ്പെടലല്ല, അത് സ്വയം തിരിച്ചറിവാണ്.
നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഇത് കാണിച്ചു തന്നു. പേടികൊണ്ടോ ശീലം കൊണ്ടോ നിങ്ങൾ സഹിച്ച കാര്യങ്ങളെ ഇത് ചൂണ്ടിക്കാണിച്ചു. കാരണം മോശം കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല ജീവിതം ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ ഇനി മതി എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ സമാധാനത്തിന് വിലയുണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ സ്വാതന്ത്ര്യം വരുന്നു. നിങ്ങൾ ഇവിടെ വന്നത് വെറുതെ ജീവിച്ചു തീർക്കാനല്ല. നിങ്ങളിവിടെയുള്ളത് വളരാനും തിളങ്ങാനുമാണ്. ആ തിളക്കം ഒരു തീരുമാനത്തിൽ നിന്ന് തുടങ്ങുന്നു. നിങ്ങളുടെ ഊർജത്തെ ബഹുമാനിക്കാനും സമാധാനം സംരക്ഷിക്കാനുമുള്ള തീരുമാനം. ആളുകൾ വരും പോകും, സാഹചര്യങ്ങൾ മാറും, എന്നാൽ നിങ്ങളും നിങ്ങളുടെ മനസ്സും കൂടെയുണ്ടാകും. നിങ്ങളുടെ ഊർജത്തിന്റെ കാവൽക്കാരൻ നിങ്ങളാണ്. ആർക്കും നിങ്ങളുടെ സമാധാനം കളയാൻ അനുവാദം നൽകാതിരിക്കുമ്പോൾ നിങ്ങൾ അർഹിക്കുന്ന സന്തോഷത്തിന് നിങ്ങൾ ഇടമുണ്ടാക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സമാധാനത്തെ ജീവൻ പോലെ സംരക്ഷിക്കുക. നിങ്ങൾ എല്ലാ ഭാരവും ചുമക്കേണ്ടതില്ല. നിങ്ങളെ തളർത്തുന്നവ സഹിക്കേണ്ടതില്ല. പ്രഭാവലയം ശുദ്ധീകരിക്കാനും മോശം കാര്യങ്ങൾ വിട്ടുകൊടുക്കാനും ധൈര്യം കാണിക്കുക. നിങ്ങളുടെ ഊർജം ഉയരുമ്പോൾ നിങ്ങളുടെ ജീവിതവും അതോടൊപ്പം ഉയരും. ഇത് നിങ്ങളുടെ സമയമാണ്. സമാധാനം സംരക്ഷിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് ചുവടുവയ്ക്കുക. ഈ സന്ദേശം നിങ്ങളുടെ ഉള്ളിലൊരു മാറ്റം കൊണ്ടുവന്നെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ ആ പോസിറ്റീവ് എനർജി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ താഴെ ഫീൽ ഔറ എന്ന് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ഈ ചെറിയ വാക്ക് മറ്റൊരാൾക്ക് വലിയൊരു പ്രചോദനമായേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഗഹനമായ അറിവുകൾക്കും ആന്തരിക മാറ്റങ്ങൾക്കുമായുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ ഊർജം കാത്തുസൂക്ഷിക്കുക. പരക്കട്ടെ പ്രകാശം.